ഹലോ സ്റ്റുഡൻസ്, ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലാദ്യത്തെ 5 മോഡ്യൂൾസ് നമ്മൾ പഠിച്ചു. അതായത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള 4 ലാംഗ്വേജ് സ്കിൽസും, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. 4 സ്കിൽസും 4 മോഡ്യൂളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് ആ ടെക്സ്റ്റിലെ ഏറ്റവും അവസാനത്തെ മോഡ്യൂളാണ് സോഫ്റ്റ് സ്കിൽസ്. സോ മോഡ്യൂൾ 6 സോഫ്റ്റ് സ്കിൽസ്. Body speaks more eloquently than words. People comprehend through observing the speaker rather than merely listening to the words spoken loudly. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെക്കാളും കൂടുതൽ നമ്മുടെ ബോഡിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സ്പീക്കർ ഒബ്സർവ് ചെയ്താൽ കുറച്ച് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Soft skills are about working on your personality, your behavior patterns, your communicative skills and interpersonal skills. സോഫ്റ്റ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ ഒരാളുടെ ബിഹേവിയർ പാറ്റേൺ, ഒരാളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ സ്കിൽ, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ സോഫ്റ്റ് സ്കിൽസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. യു മേ നോട്ട് ബി ഗെറ്റിംഗ് ഗ്രേഡ്സ് ഫോർ യുവർ soft skills as against your hard skills, which involve direct evaluation methods. Soft skills become more crucial because it involves your emotional and social intelligence as well. ഒരു വ്യക്തിയുടെയും സോഫ്റ്റ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഹാർഡ് സ്കിൽസ് പോലെ സോഫ്റ്റ് സ്കിൽസ് ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ സമയത്ത് അത് എല്ലാവരിലും നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് കാണാനും സാധിക്കുന്ന ഒന്നാണ്. ഇനി സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. സോഫ്റ്റ് സ്കിൽസ് ഓൾസോ നോൺ ആസ് പവർ സ്കിൽസ്, കോമൺ സ്കിൽസ്, എസെൻഷ്യൽ സ്കിൽസ് ഓർ കോർ സ്കിൽസ്. അതായത് ഈ പറയുന്ന വേർഡ്സ് എല്ലാം സോഫ്റ്റ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പകരം പറയുന്ന വേർഡ്സാണ്. പവർ സ്കിൽ എന്ന് പറയാറുണ്ട്, കോമൺ സ്കിൽ എന്ന് പറയാറുണ്ട്, എസെൻഷ്യൽ സ്കിൽസ് എന്ന് പറയാറുണ്ട്, കോർ സ്കിൽസ്. ഇതെല്ലാം തന്നെ സോഫ്റ്റ് സ്കിൽസിന് പകരം പറയുന്ന വേർഡ്സാണ്. ഈ പറയുന്ന കാര്യം സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ സ്കിൽസാണ്. അതായത് ഈ സൈക്കോ സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് എല്ലാ പ്രൊഫഷനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഫഷന് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല സോഫ്റ്റ് സ്കിൽസ്. എല്ലാ പ്രൊഫഷനും ആപ്ലിക്കബിൾ ആകുന്ന, ജനറലി ആപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങളെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയാവുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, പബ്ലിക് സ്പീക്കിംഗ്, ടീം വർക്ക്, ലീഡർഷിപ്പ്, അതുപോലെ വർക്ക് എത്തിക്, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, കരിയർ മാനേജ്മെൻറ്റ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സോഫ്റ്റ് സ്കിൽസിന് എക്സാമ്പിളാണ്. ഇതെല്ലാം തന്നെ ഏത് പ്രൊഫഷനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കിൽസാണ്. ഇതൊക്കെ സൈക്കോ സോഷ്യൽ സ്കിൽസാണ്. ഇനി ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് സ്പെസിഫിക് സ്കിൽസാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൊഫഷന് റിലേറ്റ് ചെയ്ത് വരുന്ന സ്കിൽസിനെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിന് ടെക്നിക്കൽ സ്കിൽസ് എന്നും പറയാറുണ്ട്. ഇത് നമ്മളൊരു എഡ്യൂക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഈ സ്കിൽസ് നമ്മൾ നേടിയെടുക്കുന്നത്. ഇതെല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള മെഷറബിൾ എബിലിറ്റീസ് ആണ്. അതായത് ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസിനെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയാവുന്നത് കോപ്പി എഡിറ്റിംഗ് ഒരു ഹാർഡ് സ്കില്ലാണ്. അതുപോലെ ബഡ്ജറ്റിംഗ്, കാൽക്കുലേഷൻസ്, ഹെൽത്ത് കെയർ, സ്പീക്കിംഗ് ഫോറിൻ ലാംഗ്വേജ്, കാർപ്പൻട്രി ഒരു ഹാർഡ് സ്കില്ലാണ്, കോഡിംഗ്. ഇതുപോലെ വരുന്ന എല്ലാ പ്രൊഫഷനിൽ ഉൾപ്പെടുന്ന സ്കിൽസും നമുക്ക് ഹാർഡ് സ്കിൽസ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. സോഫ്റ്റ് സ്കിൽസ് ആർ ഡെവലപ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ത്രൂ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന കാര്യമല്ല. അത് നമ്മൾ ഗ്രാജുവലായിട്ട് നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നിന്നും സോഷ്യൽ ഇൻട്രാക്ഷനിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന കുറച്ച് ക്വാളിറ്റീസാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. നേച്ചർ ആൻഡ് നേർച്ചർ പ്ലേ ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. നേച്ചറും നേർച്ചറും ഇതിന് ഇമ്പോർട്ടൻറ്റ് റോൾസ് കൊടുക്കുന്നുണ്ട്. നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഇന്നേറ്റ് ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്, അതായത് ജനറ്റിക്സ് ആണ്. അതിനൊരു റോളുണ്ട്. അതുപോലെ തന്നെ നേർച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ജനിച്ചതിന് ശേഷം കിട്ടുന്ന എക്സ്പീരിയൻസസ്, ലൈഫ് എക്സ്പീരിയൻസസ്. ഇത് രണ്ട് കാര്യങ്ങളും ഈ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരാളെ സഹായിക്കുന്നു. ആസ് ആൻ അഡൾട്ട് വൺ ക്യാൻ ഇംപ്രൂവ് വൺസ് ലൈഫ് സ്കിൽസ്
ബൈ ബിക്കമിങ് അവെയർ ഓഫ് വൺ സെൽഫ് ആൻഡ് വർക്കിംഗ് ടുവേഴ്സ് കറക്റ്റിംഗ് ദം. നമുക്കിത് സോഫ്റ്റ് സ്കിൽസ് നേടിയെടുക്കാം. ഗ്രാജുവലി നമുക്കത് അതിനെക്കുറിച്ച് അവെയറായിട്ട് നമുക്ക് തന്നെ അത് അക്വയർ ചെയ്ത് ലേൺ ചെയ്ത് എടുക്കാവുന്ന കാര്യമാണ്. സോഫ്റ്റ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ആൻഡ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ വിൽ ഗെറ്റ് ഇൻഗ്രെയിൻഡ് ഇൻറ്റു എ പേഴ്സൺസ് ക്യാരക്ടർ. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കോൺസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റായിട്ട് നമ്മളൊരു ബിഹേവിയറാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിൽ ഇത് വളരെ ആഴത്തിൽ ഇത് ഫിക്സ് ആയിട്ട് കിടക്കുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇന്നേറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസിലൂടെയും നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിലൂടെയും നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. എ സ്റ്റുഡൻറ്റ് ought to take a look at the mirror before she starts working on her soft skills. You can talk to the mirror or read out loud in front of the mirror. Do you look confident? Do you look sure of yourself? Non-verbal communication helps you convey very effectively, and one has to master it to become successful in life. ഒരാൾ മിറർ നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തന്നെ ചെറിയ ചെറിയ കുറവുകളും വ്യത്യാസങ്ങളും തിരിച്ചറിയാൻ പറ്റും. നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലെറ്റ് us look at a few elements that can be corrected through practice. Posture, eye contact and gestures. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചില സ്കിൽസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പോസ്ചർ, ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തേതാണ് പോസ്ചർ. നോക്കാം. എ മേജർ സ്കിൽ ടു ബി ഇൻറ്റേർണലൈസ്ഡ് ഈസ് യുവർ പോസ്ചർ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് കോൺഫിഡൻറ്റ്. എ കോൺഫിഡൻറ്റ് പേഴ്സൺ വിൽ സ്റ്റാൻഡ് സ്ട്രൈറ്റ് ആൻഡ് വിത്ത് ഷോൾഡേഴ്സ് ഹെൽഡ് സ്ട്രൈറ്റ്. ദിസ് പോസ്ചർ ഫിൽസ് ദ ലങ്സ് വിത്ത് മോർ ഓക്സിജൻ ആൻഡ് മേക്സ് യു ലുക്ക് മോർ എനർജറ്റിക്. Walk with head high. Do not slouch or look down while you walk into an interview room. നമുക്ക് പോസ്ചർ എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സ്കില്ല് തന്നെയാണ്. നമുക്കത് ഇൻ്റർലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് കൂടെയാണ്. നമ്മുടെ പോസ്ചർ കറക്റ്റായിട്ടിരുന്നാൽ നമ്മൾ കാണുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. വളരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ഷോൾഡേഴ്സ് സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക, ഹെഡ് എപ്പോഴും ഹൈ ആയിട്ട് വയ്ക്കുക അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഈ ഒരു പോസിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. മാത്രമല്ല നമ്മുടെ ലങ്സിലോട്ട് ആവശ്യത്തിന് എയറും ഓക്സിജനും കയറി നമുക്ക് കുറച്ച് എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഒരു ഇൻ്റർവ്യൂ റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹെഡ് ഹൈ ആയിട്ട് നമ്മൾ തല ഉയർത്തി പിടിച്ച് നടക്കുക, കുനിഞ്ഞ് നോക്കാതെ അല്ലെങ്കിൽ താഴേക്ക് നോക്കി നടക്കാതെ ഒരു ഇൻ്റർവ്യൂവിനോട്ട് ആണെങ്കിൽ പോലും റൂമിലേക്ക് കയറുമ്പോഴേക്കും വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കി തന്നെ കയറുക. വൈൽ അഡ്രസ്സിങ് എ ഗ്യാതറിംഗ് ദ പോസ്റ്റർ ഷുഡ് ബി എ കോൺഫിഡൻറ്റ് ഓൺ വിത്ത് ഐസ് മൂവിങ് അബൌട്ട് ദ ഹോൾ. നമ്മളൊരു ഹോളിലേക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ടോക്കിന് വേണ്ടിയിട്ടൊരു ഹോളിലേക്ക് കയറുകയാണെങ്കിൽ വളരെ കോൺഫിഡൻസോട് കൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറുക. മാത്രമല്ല നമ്മൾ ആ ഹാളിലെ എല്ലാ ഭാഗത്തും ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. യുവർ പോസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് വെരി എംഫാറ്റിക്കലി and a good message is what we want to convey always. Defensive postures with arms crossed or stressed postures with palms clenched or feet shuffling will create a negative impression. One can adopt a confident posture at all times. മാത്രമല്ല നമ്മൾ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് സമയത്തോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക. നെഗറ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഒന്നും കാണിക്കരുത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൈകെട്ട് നിൽക്കുക, അല്ലെങ്കിൽ കൈയോ കാലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, ഫീറ്റ് ഷഫിൾ ചെയ്ത് വയ്ക്കുക, കൈ പുറകിൽ കെട്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു നെഗറ്റീവ് ഇംപ്രഷനായിരിക്കും കൊടുക്കുന്നത്. വൺ ക്യാൻ അഡോപ്റ്റ് എ കോൺഫിഡൻറ്റ് പോസ്ചർ അറ്റ് ഓൾ ടൈംസ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഹോൾഡിംഗ് യുവർ ഐസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഐ, ഷോൾഡർ സ്ട്രൈറ്റ് ആൻഡ് ഹെഡ് held high. Arms can be relaxed and can be used minimally to aid communication. Postural echoing can be done for effective interpersonal communication. മാത്രമല്ല നമ്മളെല്ലാ സമയത്തും ഒരാളിനെ ഫേസ് ചെയ്യുമ്പോഴോ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്തോ നമ്മളെല്ലാ സമയത്തും നമ്മുടെ ഐസ് എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. മുകളിലേക്കോ താഴേക്കോ ഒന്നും നോക്കരുത്, സ്ട്രൈറ്റായിട്ട് എല്ലാ ആൾക്കാരും ഒരുപോലെ എല്ലാ ആൾക്കാരിലും നോട്ടെത്തുന്ന രീതിയിൽ നിൽക്കുക. അതുപോലെ മാത്രമല്ല നമ്മുടെ ഷോൾഡർ സ്ട്രൈറ്റായിട്ട് വയ്ക്കുക. അതുപോലെ നമ്മുടെ കൈകൾ ഒരിക്കലും പോക്കറ്റിനകത്ത് ഇങ്ങനെ തിരികെ വയ്ക്കുകയോ അല്ലെങ്കിൽ
പോഡിയത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുക, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. വളരെ റിലാക്സ് ചെയ്ത് നിൽക്കുക. വളരെ ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിക്കാം. അത് കമ്മ്യൂണിക്കേഷന് സഹായകമാകുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല പോസ്റ്ററൽ എക്കോയിങ് അത് എഫക്റ്റീവായിട്ടൊരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കും. പോസ്റ്ററൽ എക്കോയിങ് എന്ന് പറയുന്നത് ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു മിററിങ്, പറയുന്ന ആൾ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ അയാളുടെ ഒരു എക്സ്പ്രഷന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്കോയിങ്ങിനാണ് പോസ്റ്ററൽ എക്കോയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജസ്റ്റേഴ്സ്. ജസ്റ്റേഴ്സ് ആർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ആംസ്, ഫേസ് ആൻഡ് ഐസ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്. നമ്മുടെ കൈകളുടെയോ ഫേസിൻ്റെയോ അല്ലെങ്കിൽ ഐസ്, ഇവരുടെ ഈ പറയുന്ന ഓർഗൻസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സിനെയാണ് ജസ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മേ ബി ഡൺ നോയിങ്ലി ഓർ അൺനോയിങ്ലി. നമ്മൾ ജസ്റ്റേഴ്സ് നമ്മൾ കാണിക്കുന്നത്, ഈ മൂവ്മെൻറ്റ്സ് വരുന്നത് അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ വരാറുണ്ട്. യുവർ ജസ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ഫോഴ്സ്ഡ്, ദേ ഷുഡ് അപ്പിയർ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ്. നമ്മളൊരിക്കലും ജസ്റ്റേഴ്സ് ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്, പകരം അത് നാച്ചുറൽ ആയിരിക്കണം, സ്പോണ്ടേനിയസ് ആയിരിക്കണം. ഹാൻഡ്സ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഹിഡൻ ഇൻ യുവർ പോക്കറ്റ്സ് ഓർ ബി ഫിജറ്റിംഗ് ഓർ ക്രോസ്ഡ് ഓർ ടൈഡ് ബിഹൈൻഡ് യുവർ ബാക്ക് ഓർ ബി ഗ്രിപ്പിംഗ് ഓൺ ടു ദ പോഡിയം. നമ്മൾ ഒരിക്കലും കൈ പോക്കറ്റിൽ തിരികെ നിൽക്കരുത്. അതുപോലെ തന്നെ ചെറിയ മൂവ്മെൻറ്റ്സ്, കൈയിന് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കഴിയുന്നത് ഒഴിവാക്കുക. മാത്രമല്ല നിങ്ങൾ കൈ പുറകിൽ കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ പോഡിയത്തിൽ ഗ്രിപ്പ് ചെയ്ത് മുറുകെ പിടിക്കുക. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ദേ ഷുഡ് എയ്ഡ് ഇൻ ദ കോൺവെർസേഷൻ യൂസിങ് ദ മിനിമലി ബട്ട് എഫക്റ്റീവ്ലി. നമുക്കിതൊക്കെ വളരെ മിനിമലായിട്ട് കമ്മ്യൂണിക്കേഷന് എഫക്റ്റീവായിട്ട് വരുന്ന രീതിയിൽ മൂവ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഫ്രീക്വൻറ്റ് കൺഫ്യൂസിങ് ജസ്റ്റർ ഗീവ് ഔട്ട് ദ റോങ് സിഗ്നൽസ് ആൻഡ് ഹെൻസ് വൺ ഹാസ് ടു പ്രാക്ടീസ് ദ റൈറ്റ് ജസ്റ്റേഴ്സ് ടു ബിക്കം എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് രീതിയിലുള്ള ജസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. കൺഫ്യൂസിങ് ആവുന്ന ജസ്റ്റേഴ്സ് ഉപയോഗിക്കരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് കൂടെ ചെയ്യുക. അടുത്ത് പറയുന്നത് ഐ കോണ്ടാക്റ്റ്. ഐസ് ആർ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആൻഡ് വൺ ഹാസ് ടു ലുക്ക് കോൺഫിഡൻറ്റ് ആൻഡ് പോസിറ്റീവ്. എപ്പോഴും നമ്മുടെ കണ്ണുകൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻ എ one-to-one conversation, ഐ കോണ്ടാക്ട് ടെൽസ് യു ഇഫ് ദ ലിസണർ ഈസ് ലിസണിങ്. ഒരു one-to-one കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും ഐ കോണ്ടാക്റ്റ് നോക്കിയാൽ അറിയാം ആ ലിസണർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഷിഫ്റ്റിംഗ് ഐസ് ഡിനോട്ട് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ യുവർ കോൺവെർസേഷൻ. വൺ ഷുഡ് നോട്ട് സ്റ്റെയർ അറ്റ് എനി വൺ ബട്ട് മെയിൻറ്റെയിൻ എ സ്റ്റഡി ഗേസ് വൈൽ ദ അതർ പേഴ്സൺ ഈസ് ടോക്കിംഗ്. ഒരാൾ കണ്ണ് അങ്ങോട്ട് മാറ്റി വേറെ എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അയാൾ ആ ഒരു കോൺവെർസേഷനകത്ത് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളത്. മാത്രമല്ല, നോക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്യരുത്. തുറച്ച് നോക്കുന്നൊരു നോട്ടമല്ല, ഒരു സ്റ്റഡി ഗേസ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഇൻ എ ഗ്രൂപ്പ് ഓർ വൈൽ അഡ്രസ്സിങ് എ ലാർജർ ഓഡിയൻസ് വൺ ഹാസ് ടു ലുക്ക് അറൗണ്ട് ഈവൻലി. ഒരു ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ടോക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിൽ വരുന്ന എല്ലാ ഭാഗത്തേക്കും എല്ലാവരെയും ഈക്വലായിട്ട് നമ്മൾ ഒന്ന് വീക്ഷിക്കുന്നത് നല്ലതാണ്. ദിസ് ഹെൽപ്സ് ടു ബിൽഡ് എ റാപ്പോ വിത്ത് ദ ലിസണേഴ്സ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരു റാപ്പോ, ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഐസ് ക്യാൻ ഗീവ് യു എ വേ ഇഫ് യു ആർ അഫ്രൈഡ് ഓർ ഇൻസെക്യൂർ. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിലും, നിങ്ങൾ ടെൻസ്ഡ് ആണെങ്കിലും ഇൻസെക്യൂർ ആണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഐസ് വിളിച്ച് പറയും. സോ ട്രെയിൻ യുവർ സെൽഫ് ടു കീപ്പ് എ സ്റ്റഡി ഗേസ്. പ്രോപ്പർ ഐ കോണ്ടാക്ട് റിഫ്ലക്ട്സ് യുവർ സിൻസിയറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ആസ് വെൽ ആസ് ഹെൽപ്സ് ബിൽഡ് ട്രസ്റ്റ്. ഓക്കെ, മാത്രമല്ല വളരെ പ്രോപ്പറായിട്ടുള്ളൊരു ഐ കോണ്ടാക്റ്റ് അത് നമ്മുടെ സിൻസിയറിറ്റിയും നമ്മുടെ ഇൻറ്റഗ്രിറ്റിയൊക്കെ നമുക്കത് കാണിക്കാനായിട്ടുള്ളൊരു അവസരം കൊണ്ടുതരും. അപ്പാർട്ട് ഫ്രം ഡയറക്റ്റ് കോൺവെർസേഷൻസ് ദർ ആർ ഓൾസോ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വയർ ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് റിക്വയർഡ് ആസ് ഇൻ എ ടെലിഫോൺ കോൺവെർസേഷൻ. ഹിയർ വൺ ഹാസ് ടു ബി വെരി കോഷ്യസ് ആൻഡ് ഡെവലപ്പ് ആൻ എഫക്റ്റീവ് സ്ട്രാറ്റജി. ഡയറക്റ്റ് കോൺവെർസേഷൻ അല്ലാതെ ടെലിഫോണിക് കോൺവെർസേഷൻ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണെങ്കിൽ അവിടെ വളരെ കോഷ്യസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ടെലിഫോൺ എറ്റിക്വറ്റ്. ടെലിഫോൺ കോൺവെർസേഷൻസ് ആർ വെരി ട്രിക്കി സിൻസ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡൺ വെർബലി വിത്ത് നോ ആക്സസ് ടു റീഡിംഗ് ദ ബോഡി ലാംഗ്വേജ്. സോ വൺ ഹാസ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് ദ ടോൺ, പേസ്, ലൗഡ്നെസ് ആൻഡ് ക്ലാരിറ്റി. ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് വോയിസ് മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജോ
അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്ചർ ഇതൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ജസ്റ്റ് നമ്മുടെ വേർബൽ സൗണ്ട്സ് കൊണ്ട് മാത്രം, സിഗ്നൽസ് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചിരിക്കുക. നമ്മുടെ ടോൺ, പേസ്, നമ്മുടെ ലൗഡ്നെസ്, ക്ലാരിറ്റി ഇതെല്ലാം തന്നെ അതിനകത്തൊരു നല്ല റോള് വഹിക്കുന്നുണ്ട്. കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ടെലിഫോൺ എറ്റിക്വറ്റ്. ടെലിഫോൺ കോൺവെർസേഷൻ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്പർ 1, ഓൾവേസ് ഐഡൻറ്റിഫൈ യുവർ സെൽഫ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ കോൾ. ദിസ് സേവ്സ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഒരു കോള് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുക. അങ്ങനെ പറയുന്നത് കൺഫ്യൂഷൻ കുറയുന്നതിന് സഹായിക്കും. നമ്പർ 2, ടോൺ ഓഫ് യുവർ വോയിസ് ഷുഡ് ബി കോൺഫിഡൻറ്റ് ആൻഡ് പോസിറ്റീവ്. ഇഫ് ഇറ്റ് ഈസ് എ ഫോർമൽ കോൾ, സിറ്റ് അപ്പ് സ്ട്രൈറ്റ് ബിഫോർ യു ആൻസർ ഇറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടോൺ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഇനി അതൊരു ഫോർമൽ കോൾ ആണെങ്കിൽ നമ്മൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ആദ്യം ഇരിക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, അതിനുശേഷം ആൻസർ ചെയ്യുക. നമ്പർ 3, ഡു നോട്ട് ക്യാരി ഓൺ സൈഡ് കോൺവെർസേഷൻസ് വൈൽ യു ആർ ഓൺ ദ ഫോൺ. യു ഷുഡ് നോട്ട് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ഡൂയിങ് അതർ ചോസ് വൈൽ സ്പീക്കിംഗ് ഓൺ ദ ഫോൺ. ദി ഷോസ് ഡിസ്റെസ്പെക്ട് ടു ദ കോളർ. ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് സൈഡ് കോൺവെർസേഷനിലേക്ക് പോകാതിരിക്കുക, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് വിളിച്ച് സംസാരിക്കുന്ന ആളോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും. നമ്പർ 4, കീപ്പ് എൻ ഈവൻ പേസ് വൈൽ യു ടോക്ക്. ഇഫ് യു ടോക്ക് ടു സ്ലോ ഓർ ടു ഫാസ്റ്റ്, ദ കോളർ മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ക്ലിയർലി. സംസാരിക്കുമ്പോൾ ഒരു മോഡറേറ്റ് പേസ് കീപ്പ് ചെയ്യുക, സ്പീഡ് കീപ്പ് ചെയ്യുക. കൂടുതൽ ഫാസ്റ്റ് ആകരുത്, കൂടുതൽ സ്ലോ ആകരുത്. നമ്പർ 5, ക്ലാരിറ്റി ഓഫ് യുവർ വോയിസ് ഈസ് എസെൻഷ്യൽ. വർക്ക് ഓൺ ഇറ്റ് ബൈ റീഡിംഗ് പാസേജസ് ലൗഡ്ലി ആൻഡ് ഇവാലുവേറ്റിംഗ് ഇറ്റ്. ക്ലിയർ ആയിട്ട് സംസാരിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാസേജസ് വായിക്കുക, ഉറക്കെ വായിക്കുന്നതും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതും സഹായിക്കും. നമ്പർ 6, ട്രൈ ടു കീപ് ടെലിഫോൺ കോൾസ് ബ്രീഫ്. ലെങ്തി കോൾസ് ആർ നോട്ട് പ്രോപ്പർ, എസ്പെഷ്യലി ഇൻ എ വർക്ക് പ്ലേസ്. ടെലിഫോൺ കോൾസ് ആണെങ്കിൽ വളരെ ബ്രീഫാക്കി പറയുക, ലെങ്തി കോൾസ് ഒന്നും പ്രോപ്പർ അല്ല. നമ്പർ 7, ഇറ്റ് ഈസ് നോട്ട് പൊളൈറ്റ് ടു ലെറ്റ് യുവർ മൊബൈൽ ഫോൺസ് റിംഗ് ലൗഡ്ലി വൈൽ അറ്റ് എ മീറ്റിംഗ് or in fact in public places like restaurants, theatres, training rooms, offices and so on. വേറൊരു ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ പബ്ലിക് പ്ലേസിൽ, ഒരു മീറ്റിംഗ്സ് നടക്കുന്ന സമയത്ത് മറ്റ് പബ്ലിക് പ്ലേസുകളിലോ വളരെ ഒച്ചത്തിൽ അത് റിങ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ടെലിഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ടെലിഫോൺ എറ്റിക്വറ്റ്. ഇനി പറയുന്നത് നെറ്റിക്വറ്റ്. Internet is a world of its own, helping people to connect with one another and offers a certain level of anonymity as well. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് ഒരുപാട് സീക്രട്ടും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഓൺ ദ നെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഡൂയിങ് യുവർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ നെറ്റ്. നമ്മൾ ഒരു ജോലിയുടെ ഭാഗമായിട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, നെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനീസ് ഡു ചെക്കപ്പ് ഓൺ ദ സോഷ്യൽ പ്രൊഫൈൽസ് ഓഫ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ടു ആക്സസ് ദെയർ സോഷ്യൽ ബിഹേവിയർ സ്കിൽസ്. മാത്രമല്ല നമ്മൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽസ് കമ്പനീസ് ചെക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, നമ്മുടെ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. So it is imperative that as civilized human beings we need to adhere to basic rules of communication while sending mails or messages over the internet. അതുകൊണ്ട് തന്നെ ഒരു സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് വഴി മെസ്സേജസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. നമ്പർ 1, ബി വാട്ട് യു ആർ ഇൻ റിയൽ സ്പേസ്. നമ്മൾ എന്താണെന്നുള്ളത് കറക്റ്റ് നമ്മൾ ആ സ്പേസിലായിരിക്കുക. നമ്മൾ വളരെ മാന്യമായ രീതിയിൽ ബിഹേവ് ചെയ്യുക. നമ്പർ 2, ഡു നോട്ട് റൈറ്റ് ദ ഹോൾ മെസ്സേജ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. എഴുതുമ്പോഴേക്കും എഴുതുന്ന മെസ്സേജ് ഫുള്ളായിട്ട് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതരുത്, അത് വായിക്കുന്ന ആളിന് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. നമ്പർ 3, ബി ഫോർമൽ എക്സെപ്റ്റ് വെൻ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ്. ഡു നോട്ട് യൂസ് ഇൻഫോർമൽ അബ്രിവിയേറ്റഡ് ഫോംസ് ഓഫ് വേർഡ്സ് ഇൻ ദ മെയിൽ ഇഫ് ഇറ്റ് ഈസ് എ ഫോർമൽ വൺ. ഒരിക്കലും നമ്മൾ ഫോർമൽ ഒക്കേഷനകത്ത് ഇൻഫോർമലായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഫാമിലിയോ ഫ്രണ്ട്സ് ആണെങ്കിൽ മാത്രം ഇൻഫോർമൽ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമൽ ടോൺ തന്നെ ഉപയോഗിക്കാം.
യൂസ് റീഡർ ഫ്രണ്ട്ലി ഫോൺസ് ആൻഡ് കളേഴ്സ്. കാണുന്ന ആളിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഫോണ്ടുകളും കളേഴ്സും ഉപയോഗിക്കുക. യൂസ് ലാംഗ്വേജ് വിച്ച് ഈസ് പ്രോപ്പർ ആൻഡ് പൊളൈറ്റ്. വളരെ പൊളൈറ്റും പ്രോപ്പറായ രീതിയിലുള്ള മാത്രം ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുക. നമ്പർ 6, റെസ്പെക്ട് ദ അതർ പേഴ്സൺ. ഡു നോട്ട് അബ്യൂസ് ഹിസ് ടൈം ബൈ സെൻഡിങ് ലെങ്തി മെയിൽസ് ഓർ മെസ്സേജസ്. നമ്മൾ മെസ്സേജുകൾ വായിക്കുന്ന ആളുടെ സമയം കളയുന്ന രീതിയിൽ വളരെ ലെങ്തിയായ രീതിയിലുള്ള മെസ്സേജുകൾ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നെറ്റിക്വറ്റ്, അതായത് നെറ്റ് പ്ലസ് എറ്റിക്വറ്റ്. നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എറ്റിക്വറ്റ്. ലാസ്റ്റ് പറയുന്നത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. We live in communities and are constantly communicating with one another. Though we use language for communication, while speaking, we use our body as well. Interpersonal relationships thrive or die due to the unconscious use of our body while speaking. So, be aware of what your body speaks. We can improve relationships by a conscious programming of our gestures and action. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയും ഒരു നല്ല റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാനായിട്ട് നോക്കുക. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ ബോഡി ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ അത് ഒരുപക്ഷെ അതില്ലാതായി തീരാനും ഇത് വഴിതെളിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുകയും ചെയ്യുക. While speaking to another person, one should pay attention to the speaker. Stay focused and carry the conversation forward with appropriate questions. രണ്ടുപേർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും കേൾക്കുന്ന ആൾ പറയുന്ന ആൾ സപ്പോർട്ട് ചെയ്യുക. അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഡു നോട്ട് യാൺ ഓർ കീപ് ഗ്ലാൻസിങ് അറ്റ് യുവർ വാച്ച്. കോട്ട് വായിടുക അല്ലെങ്കിൽ വാച്ചിൽ നോക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സംസാരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ സ്പീക്കറിന് അതിൽ വിഷമം തോന്നും, ഇറിറ്റേഷൻ ആയിരിക്കും. Allow others to speak and listen while they speak. Listening is the most important activity in building good relationships. മാത്രമല്ല, കേൾക്കേണ്ട സമയത്ത് മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രം റിപ്ലൈ കൊടുക്കുക. മൊബൈൽ ഫോൺസ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ക്യാൻ ബി കൺവേർട്ടഡ് into an excellent tool for learning English language. One has to be judicious in its use and not get distracted by the countless websites and social media networks. നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, മാത്രമല്ല മറ്റധികം ടൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് അക്വിസിഷനും നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിക്കുന്നതിനും അക്വയർ ചെയ്യുന്നതിനും നമുക്ക് ഈ പറയുന്ന നെറ്റ്വർക്ക്സും വെബ്സൈറ്റ്സും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യൂസ് ദ ഡിക്ഷണറീസ് ഓൺലൈൻ ടു ലേൺ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സ്പെല്ലിംഗും ഗ്രാമർ പഠിക്കാനായിട്ട് ഓൺലൈൻ ഡിക്ഷണറീസ് നമുക്ക് ഉപയോഗിക്കാം. യൂസ് ദ പ്രൊനൗൺസിയേഷൻ അസിസ്റ്റൻസ് അവൈലബിൾ ഓൺ ദ നെറ്റ്. ദർ വിൽ ബി സ്ക്രിപ്റ്റ് ആസ് വെൽ ആസ് ഓഡിയോ റെക്കോർഡിംഗ് ഓഫ് വേർഡ്സ് ഓൺലൈൻ. മാത്രം നമുക്ക് പ്രൊനൗൺസിയേഷൻ പഠിക്കാനായിട്ട് ഇന്ന് ഒരുപാട് അസിസ്റ്റൻസ് നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. യൂസ് ഇറ്റ് ടു റെക്കോർഡ് യുവർ കോൺവെർസേഷൻ ആൻഡ് ലിസൺ ടു കറക്റ്റ് ഇറ്റ് യുവർ സെൽഫ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ പേഴ്സണലൈസ്ഡ് എൻവയോൺമെൻറ്റ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. മാത്രമല്ല, നമുക്കിന്ന് ലാംഗ്വേജ് കേൾക്കാനും പഠിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും അത് തിരിച്ച് നമുക്കത് കറക്റ്റാണെന്ന് ശ്രദ്ധിക്കാനുമല്ല നമുക്കൊന്ന് വേറൊരാളിൻ്റെ ആവശ്യം ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് പല അവൈലബിൾ ആയിട്ടുള്ള പല സോഴ്സുകൾ ഉപയോഗിച്ച് നമുക്കതൊക്കെ സ്വയം നമുക്ക് കറക്റ്റ് ചെയ്ത് പഠിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അതൊക്കെ ഒരു പേഴ്സണലൈസ്ഡ് എൻവയോൺമെൻറ്റിലൂടെ നമുക്ക് ലാംഗ്വേജ് ലേൺ ചെയ്യാനായിട്ട് ഇന്ന് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സോഴ്സുകൾ മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കപ്പോൾ ഈ ലാസ്റ്റ് മോഡ്യൂൾ സോഫ്റ്റ് സ്കിൽസിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് 4 മാർക്കിന് 2 മാർക്കിനും 1 മാർക്കിനെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇതിനകത്ത് നമുക്ക് കളയാനായിട്ടൊന്നുമില്ല, എല്ലാം അത്യാവശ്യമുള്ള പോയിൻറ്റ്സാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. കൂടുതൽ സോഴ്സ് റെഫർ ചെയ്യുക, കൂടുതൽ റിസർച്ച് എടുത്ത് കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതിനും കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് എഴുതുമ്പോഴേക്കും എക്സാമിന് എഴുതുമ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുന്നത് നമുക്കതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിസർച്ച് എടുത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.